ഹലോ മക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷബീൽ സാർ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നു ആർക്കേനെക്സിൽ നിന്നും. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിന്റെ ഒരു ചോദ്യമുണ്ട്. നമുക്ക് എപ്പോഴും ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നോ പലതും പറയാറുണ്ട്. കണ്ടറിവിനേക്കാൾ വലിയ കേട്ടറിവാണെന്ത് റിപ്പോർട്ട് സ്പീച്ച് എന്ന സത്യം അല്ലേ? നമുക്ക് നോക്കാം. റിപ്പോർട്ട് ദ ഫോളോയിങ് ഡയലോഗ് എന്ന് പറയുന്നുണ്ട്. റിപ്പോർട്ട് സ്പീച്ച് ഈ ക്വസ്റ്റ്യൻ നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും, ആൻസർ കീ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും ചില കുട്ടികൾക്ക് പഠിക്കണം ആഗ്രഹമുള്ള ചില കുട്ടികൾക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവും, എങ്ങനെ ഇത് ഇങ്ങനെ വന്നു എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടാവില്ലേ? നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ദ കിങ് ആണ് ഇവിടെ ചോദ്യം ചോദിക്കുന്നത്. ദ ടു ഹെർമിറ്റ്സ് റിപ്ലൈ, അതിനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. രാജാവ് എന്താണ് ചോദിക്കുന്നത്? ഈസ് ദ ഹെർമിറ്റ് ഫാദർ ദേർ? അവിടെ ഉണ്ടോ, അവിടെയാണോ ഉള്ളത്? ആര്? ആ ഹെർമിറ്റ് ഫാദർ നമ്മുടെ കൻവ മഹർഷിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ഏത് പാഠഭാഗത്ത് നിന്നാ മനസ്സിലായോ? അതെ, ഇത് ഏതാണ്? ശകുന്തളം റിട്ടൺ ബൈ കാളിദാസ. യെസ്. അപ്പം ദ ടു ഹെർമിറ്റ്സ്, ആ ആശ്രമത്തിലെ 2 സന്യാസിമാർ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, റിപ്പോർട്ട് സ്പീച്ച് നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ മക്കളെ? ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് എന്ത് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്ന് കൂളായിട്ട് സമാധാനമായിട്ടൊന്ന് ഇരുന്ന് നോക്കണം. നിങ്ങളത് കണ്ടുപിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കുക, ഈസ് ദ ഹെർമിറ്റ് ഫാദർ ദേർ? ഞാൻ പറഞ്ഞതിൽ തന്നെ ഉണ്ട്, ഹെർമിറ്റ് ഫാദർ അവിടെയാണോ ഉള്ളത്? അതൊരു യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ ഉണ്ട്, നോ കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് ഇതെന്ത്, ഇത് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണുള്ളത്, ഒന്ന് യെസ് ഓർ നോ ആണ്, ഒന്ന് WH ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതൊരു യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ലിങ്കിങ് വേർഡ് ആയിട്ട് വെദർ അല്ലെങ്കിൽ ഇഫ് നമ്മൾ ഉപയോഗിക്കണം. എന്തുപയോഗിക്കണം? വെദർ അല്ലെങ്കിൽ ഇഫ്. നമുക്ക് എഴുതി നോക്കാം. ദ കിങ് എന്താണ്? ദ കിങ് ആസ്ക്ഡ് ചോദിച്ചു, ആസ്ക്ഡ് കഴിഞ്ഞിട്ട് ചിലർക്ക് ടു എന്ന് എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ട്. എൻ്റെ പൊന്നു മക്കളെ, ചെയ്യരുത്. ആസ്ക്ഡ് കഴിഞ്ഞിട്ട് ആരാണോ തന്നിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഞാൻ ഷോർട്ടായിട്ട് എഴുതി ദ ടു ഹെർമിറ്റ്സ് എന്ന് ഷോർട്ടായിട്ട് TTH എന്ന് എഴുതുകയാണ് കേട്ടോ. അപ്പം ദ ടു ഹെർമിറ്റ്സ് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എഴുതണേ, മറന്നു പോയതേ, അവിടെ ഉടായ്പ കാണിക്കരുത്. അപ്പോൾ ദ കിങ് ആസ്ക്ഡ് ദ ടു ഹെർമിറ്റ്സ് എന്താ ചോദിച്ചിട്ടുള്ളത്? ഈസ് ദ ഹെർമിറ്റ് ഫാദർ ദേർ? അപ്പൊ ഇത്രയും നമ്മൾ ഇത് എഴുതിയത്, അതായത് രാജാവ് 2 സന്യാസിമാരോട് ചോദിച്ചു, അത് നമ്മൾ എഴുതി. അത് റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലിങ്കിങ് വേർഡ് എന്താ അവിടെ വേണം? ഒരു ലിങ്കിങ് വേർഡ് നമ്മൾ അവിടെ എഴുതണം. എന്താണ് ആ ലിങ്കിങ് വേർഡ്? ഞാൻ ഇപ്പൊ പറഞ്ഞു, വെദർ അല്ലെങ്കിൽ ഇഫ് നമ്മൾ എഴുതണം. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഇഫ് ആയിട്ട് സെലക്ട് ചെയ്യാണ്. എന്താണ്? നമ്മൾ ഇഫ് ആയിട്ട് സെലക്ട് ചെയ്യാണ്. നമ്മൾ ഇഫ് സെലക്ട് ചെയ്തു. ദ കിങ് ആസ്ക്ഡ് ദ ടു ഹെർമിറ്റ്സ് എന്താണ്? ഇഫ് ദ ഹെർമിറ്റ് ഫാദർ, ആദ്യം സബ്ജക്റ്റ് വരണം. ദ ഹെർമിറ്റ് ഫാദർ, അത് എന്തുകൊണ്ടാണ് ആദ്യം സബ്ജക്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ദ ഹെർമിറ്റ് ഫാദർ എസ് ഉള്ളത് നമുക്ക് എന്താവും? വാസ് ആയിട്ട് മാറും. ഫാദർ ദേർ എന്നുള്ളത് ദേർ ഒന്നും ആവില്ല, ദേർ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇസ് ദ ഹെർമിറ്റ് ഫാദർ ദ ഇസ് കഴിഞ്ഞിട്ടാണ് അവിടെ എന്ത് വരുന്നത്? ദ ഹെർമിറ്റ് ഫാദർ വരുന്നത്. ഇവിടെ ദ ഹെർമിറ്റ് ഫാദർ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇസ് വരുന്നത്. അവിടെ അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് വേറെയാണ് നമ്മൾ എഴുതിയത്. നമ്മളിപ്പോൾ എഴുതിയത് എന്താണ്? ആ ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ റിപ്പോർട്ട് സ്പീച്ച്? എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവിടെ കേട്ട കാര്യം ഇവിടെ വന്ന് പറയുക, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യുക, അതാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. ശരിക്കും ലൈഫിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് വളരെ മോശമാണ്. പക്ഷെ എന്നാലും ഇവിടെ എന്താണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് പോട്ടെന്ന് വെച്ചേക്കാം. ക്ഷമിച്ചു അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. The king asked the two hermits if the hermit father was there. ഇതിൽ മാറ്റം വന്നത് എന്താ മക്കളെ? നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. ഈസ് എന്തായി? വാസ് എന്നായി. അതിന് മുന്നേ ഒരു റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് വന്നു. അതിൽ ഈഫ് നമ്മൾ റിംഗിങ് വേർഡ് ആയിട്ട് ഉപയോഗിച്ചു. നിങ്ങൾ ഉത്തരം എഴുതിയത് ശരിയാണ് എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ സംശയങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ദ ടു ഹെർമിറ്റ്സ് എന്താ ഉത്തരം പറഞ്ഞത്? ദ ടു ഹെർമിറ്റ്സ് പറയാണ്, നോ, ഹി ഹാസ് ലെഫ്റ്റ് ഹിസ് ഡോട്ടർ ടു വെൽക്കം ദ ഗസ്റ്റസ് ആൻഡ് ഹാസ് ജസ്റ്റ് ഗോൺ ടു സോമതീർത്ഥ. അപ്പം ഇവിടെ ഉത്തരം പറയുന്നത് ആരാണ്? ദ ടു ഹെർമിറ്റ്സ് ആണ്. അപ്പം നമുക്ക് എഴുതാം ദ ടു ഹെർമിറ്റ്സ്. ഞാൻ ഷോർട്ടാക്കി എഴുതാണ്. ദ ഹെർമിറ്റ്സ്
റിപ്ലൈഡ് 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 എങ്ങനെയാ റിപ്ലൈ ചെയ്ത്? ആദ്യം ഒരു നോ പറഞ്ഞു. അങ്ങനെ ഒരു നോ അല്ലെങ്കിൽ യെസ് നിങ്ങളെ ക്വസ്റ്റ്യനിലെ ആൻസറിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നോ അല്ലെങ്കിൽ യെസ് എഴുതാൻ പാടില്ല. റിപ്ലൈഡ് നോ ആണെങ്കിൽ നമ്മൾ എഴുതണം നെഗറ്റീവ്ലി 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 നമ്മൾ എഴുതണം. ഇനി യെസ് ആയിരുന്നെങ്കിലോ പോസിറ്റീവ്ലി എന്ന് വേണം എഴുതാൻ വേണ്ടിയിട്ട്. The two hermits replied negatively and added ഒന്നെങ്കിൽ added എന്നോ അല്ലെങ്കിൽ also said എന്നോ എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ add എന്ന് എഴുതുകയാണ്. added he has എന്നുള്ളത് നമ്മൾ had എന്നാക്കി മാറ്റണം കേട്ടോ. left his daughter to welcome എന്താണ് to welcome the guests അവിടെ ഒന്നും ഒരു മാറ്റവുമില്ല. ഇത്രയും നിങ്ങൾ എഴുതി ശരിയാണ് എന്ന് വിചാരിക്കുന്നു. ബാക്കി എന്താ ആൻഡ് ഹാസ്, വീണ്ടും ഹാസ് വന്നിരിക്കുന്നു. ആ ഹാസ് നമ്മൾ എന്താക്കി മാറ്റണം? ഹാഡ് ആക്കി മാറ്റണം. ജസ്റ്റ് ഗോൺ ടു സോമതീർത്ഥ. നിങ്ങൾ എഴുതിയത് ശരിയാണെന്ന് വിചാരിക്കുന്നു. ഇതിലിപ്പോൾ എവിടെയാണ് മക്കളെ മാറ്റം വന്നത്? ആദ്യം നോ എന്നുള്ളത് നമ്മൾ നെഗറ്റീവ്ലി എന്നാക്കി മാറ്റി. പിന്നെ ഹി ഹാസ് എന്നുള്ളത് നമ്മൾ ഹാഡ് ആക്കി. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും ഹാസ് വന്നു, അത് നമ്മൾ ഹാഡ് ആക്കി. ഇവിടെ ആൻഡ്, അതായത് ഒരു കാര്യം പറഞ്ഞ് വീണ്ടും ഒരു കാര്യം അതിൻ്റെ കൂടെ പറയുന്നെങ്കിൽ ആൻഡ് ആഡഡ് അല്ലെങ്കിൽ ഓൾസോ സെഡ് അല്ലെങ്കിൽ എന്നൊക്കെ പറയാവുന്നതാണ് കേട്ടോ. നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ല മക്കളെ? എന്താണ്? ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം. ഇതേപോലെ ഒരു ചോദ്യം കൂടെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്താണ്? സ്പിൽമാൻ ആരോടോ എന്തോ ഒന്ന് പറയാണ്. ആരോടാ പറയുന്നത്? പോളിഷ് ലഫ്റ്റനന്റ് ആണ്. ല്യൂട്ടനന്റ് എന്നാണ് നമ്മൾ എഴുതുക, ബട്ട് ലഫ്റ്റനന്റ് എന്നാണ് നമ്മൾ വായിക്കേണ്ടത് കേട്ടോ. അപ്പം ദ സ്പിൽമാൻ ആസ്ക്ഡ് ദ പോളിഷ് ലഫ്റ്റനന്റ്. എന്താണ് ഇവിടെ? ചോദ്യമാണോ? അല്ല. പറ്റിച്ചു. എന്താണ്? ദ സ്പിൽമാൻ ആസ്ക്ഡ് അല്ല. പ്ലീസ് ഡോണ്ട് ഷൂട്ട്, ഐ ആം പോളിഷ്. ഇത് എവിടെയാണ്? ഓർമ്മയുണ്ടോ? ഇന്ത ആറ്റിക് പഠിച്ച സമയത്ത് ആ ഒരു സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന സമയത്ത് കൈ ഹാൻഡ്സ് അപ്പ് ചെയ്തുകൊണ്ട് എന്താണ് അയാൾ പറഞ്ഞുകൊണ്ട് വരികയാണ്, പ്ലീസ് ഡോണ്ട് ഷൂട്ട്, ഐ ആം പോളിഷ്. എന്നെ വെടിവെക്കില്ലേ, ഞാൻ പോളണ്ടുകാരനാണ് എന്ന് പറയാണ്. അപ്പം ഇതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക? മറ്റേത് നമ്മൾ നേരത്തെ ചെയ്തത്, നമ്മൾ ആദ്യം ചെയ്തത് എന്തായിരുന്നു? ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതെന്താണ്? ഒരു ക്വസ്റ്റ്യൻ അല്ല, പകരം ഇതൊരു റിക്വസ്റ്റ് ആണ്. ഇതെന്താണ്? ഒരു റിക്വസ്റ്റ് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്. സ്പിൽമാൻ എന്ത് ചെയ്യണമെന്നാണ്? ഒരു റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നതാണ്. പോളിഷ് ലഫ്റ്റനന്റ് എന്താ പറയുന്നത്? വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ ജർമ്മൻ കോർട്ട്? നീ ജർമ്മൻ കോർട്ടിൽ എന്താ ചെയ്യുന്നത്? സോ ഇത് നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ഓൾറെഡി ആൻസർ എഴുതിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. സ്പിൽമാൻ ആൻസർ ഇത് വരിക എങ്ങനെയാണ്? സ്പിൽമാൻ എന്താണ്? സ്പിൽമാൻ റിക്വസ്റ്റഡ് the Polish ലഫ്റ്റനന്റ്. ഞാൻ PL എന്ന് എഴുതുകയാണ്. പോളിഷ് L എന്ന് എഴുതുകയാണ്. എന്തിനാണ്? അതായത് ഇത്രയും നമ്മൾ എഴുതി. സ്പിൽമാൻ റിക്വസ്റ്റഡ്. നേരത്തെ നമ്മൾ എഴുതി എന്ത്? ദ കിങ് ആസ്ക്ഡ് ദ ടു ഹെർമിറ്റ്സ് എന്ന് എഴുതി. എന്നിട്ട് കഴിഞ്ഞൊരു ലിങ്കിങ് വേർഡ് വേണം. അതിൻ്റെ ഇടയിൽ ഒരു കണക്ട് ചെയ്യുന്ന ഒരു വേർഡ് വേണം അല്ലേ? ഒരു കണക്ട് ചെയ്യുന്ന വേർഡ്. ഇവിടെ ഒരു റിക്വസ്റ്റ് ആണെങ്കിൽ ആ റിക്വസ്റ്റിന് കണക്റ്റിംഗ് വേർഡ് എപ്പോഴും ടു ആണ് ഉണ്ടാവേണ്ടത്. ടു എന്താണ്? ടു പ്ലസ് എന്താണ്? അവിടുത്തെ വേർബാണ് വരേണ്ടത്. ഇവിടെ എന്താണ്? ഷൂട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ടു ഷൂട്ട് എന്നാണ് വരിക. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇവിടെ വെക്കടാ വെടി എന്നാണോ പറഞ്ഞത്? അല്ല, വെടി വെക്കല്ലേ, ഞാൻ പോളണ്ടുകാരനാണ് എന്ന് കരഞ്ഞു പറയാണ്. അപ്പൊ ഇവിടെ നോട്ട് നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്താണോ ഇവിടെ ഉള്ളത് അതിന്റെ തൊട്ട് മുന്നിൽ, ഈ ടൂവിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നോട്ട് ടു ഷൂട്ട് എന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം സ്പിൽമാൻ റിക്വസ്റ്റഡ് ദ പോളിഷ് ലഫ്റ്റനന്റ് നോട്ട് ടു ഷൂട്ട്. അതാണ് ആൻസർ വരിക. നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അതിന്റെ ആൻസറിലേക്ക് വരാം. സോറി, അതിന്റെ ആൻസർ അല്ല, രണ്ടാമത്തെ പോളിഷ് ലഫ്റ്റനന്റ് എന്താ ചോദിക്കുന്നത്? ആദ്യം സ്പിൽമാൻ ഒരു റിക്വസ്റ്റ് പറയുന്നു. പോളിഷ് ലഫ്റ്റനന്റ് എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ട്. വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ ജർമ്മൻ കോർട്ട്? അപ്പം നമുക്ക് എഴുതാം PL എന്ന് എഴുതാണ്. പോളിഷ് ലഫ്റ്റനന്റ് അവിടെ ചോദ്യമാണല്ലേ? ആസ്ക്ഡ്. ആരോടാ ചോദിക്കുന്നത്? സ്പിൽമാനോടാണ്. ഞാൻ SZ എന്ന് എഴുതുകയാണ്. സ്പിൽമാൻ. അപ്പം ഇവിടെ ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? WH ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഏത് WH ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിലും അതിൻ്റെ ലിങ്കിങ് വേർഡ്, അതായത്
പോളിഷ് ലെഫ്റ്റനന്റ് ആസ്ക്ഡ് സ്പിൽമാൻ. അത് കഴിഞ്ഞിട്ട് ലിങ്കിങ് വേർഡ് വേണ്ടേ? ആ ലിങ്കിങ് വേർഡായിട്ട് അതേ WH ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതേ WH ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എഴുതുന്നു എന്ത്, വാട്ട് ഇവിടെ ആർ എന്നുള്ളത് ശരിക്ക് വേർ ആവണം, യു എന്നുള്ളത് ഹീ ആവണം. പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ് ഇത്? ഈ ഫോർമാറ്റ് തെറ്റാണ്. കാരണം ഇതേപോലെ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ, ഒരു ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് വേറെയാണ്, നമ്മളൊരു സ്റ്റേറ്റ്മെന്റ്, ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറും. ആ സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ് എൻറ്റയർലി വേറെയാണ്. അപ്പോൾ ഇത് എഴുതേണ്ട രീതി എന്ന് പറയുന്നത് എന്താണ്, ദ പോളിഷ് ലെഫ്റ്റനന്റ് ആസ്ക്ഡ് സ്പിൽമാൻ വാട്ട്, യു എന്നുള്ളത് ഹീ ആയി മാറി. അടുത്തത് എന്താ, ആറിന് പകരം ശരിക്ക് വേറാണ് വരേണ്ടത്. പക്ഷേ ഹീൻ്റെ കൂടെ വേറെ എഴുതാൻ പറ്റൂല. വേറെ എഴുതുന്നതിന് പകരം, വേറിൻ്റെ പ്രശ്നം എന്താ, വേറെ പ്ലൂറൽ ആണ്, ഹീ സിംഗുലർ ആണ്. അപ്പം സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഹീൻ്റെ കൂടെ എന്ത് എഴുതാം, ഹീ. ആറിന് പകരം വാസ് എഴുതാം, വേറിന് പകരം നമുക്ക് വാസ് എഴുതാം. എന്തെഴുതാം, വാസ് എഴുതാം. അങ്ങനെ വാസ് എഴുതി, വാസ് ഡൂയിങ് in the German court. Doing in the German court. നമ്മൾ എഴുതിയ ഉത്തരം ശരിയാണോ? നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ? നിങ്ങൾ കിട്ടിയ ഉത്തരം ശരിയാണോ? ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് നമ്മൾ അടുത്ത വീഡിയോസ് വരുമ്പം ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. നമുക്കെല്ലാം ക്ലിയർ ആക്കാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം ശരിയാണെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ കണ്ടുപിടിച്ച ഉത്തരങ്ങൾ ശരിയാണെന്ന് വിചാരിക്കുന്നു. നേരത്തെ നമ്മളെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്, ഇതും ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ് ഫോർ യു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു എവറിബഡി.